പല്ലുവേദന ആദ്യമായിട്ട് ഒരു പുളിപ്പായിട്ടാണ് നമ്മൾ എല്ലാവരും അനുഭവപ്പെടുന്നത്. പല്ലുവേദന വെച്ച് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഇൻഫെക്ഷൻ കൂടി പല്ലിൻ്റെ വേരുകളിൽ ചെന്ന് അത് സിസ്റ്റായി അല്ലെങ്കിൽ ആപ്സസ് ആയി മാറുന്നു. ആപ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് നീര് വേദനയും അനുഭവപ്പെടും. പല്ലിൻ്റെ ഉള്ളിലുള്ള കേട് താഴോട്ടിറങ്ങി പൾപ്പ് ചേമ്പറിലെത്തി അത് ഇൻഫെക്ഷനായി വർഷങ്ങളോളം അത് ഇരുന്ന് ആ ബാക്ടീരിയയെ കോളനൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഇൻഫെക്ഷൻ കൂടി അത് ബുദ്ധിമുട്ടിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ ആപ്സസ്. ഇത് ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം പല്ലിന് പുളിപ്പോ വേദനയോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഫില്ലിങ്ങും അല്ലെങ്കിൽ അതിനുള്ള ദന്തപരിചരണം നേടുകയാണെങ്കിൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നിങ്ങളുടെ പല്ലുകളെ നിങ്ങൾക്ക് സംരക്ഷിക്കാവുന്നതാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ അതേപോലുള്ള ജങ്ക് ഫുഡ്സിലൂടെയാണ് കൊച്ചുകുട്ടികൾക്ക് കൂടുതലും കേടുകൾ സംഭവിക്കുന്നത്. മുതിർന്നവർക്കാകട്ടെ അവരുടെ ദുശീലങ്ങളിൽ നിന്നാണ് പല്ല് വേദനയും അല്ലെങ്കിൽ പല്ലിനുള്ള കേടും സംഭവിച്ചു വരുന്നത്. പല്ലുവേദന വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ തോതിലാണെങ്കിൽ അത് പല്ലിനെ അടച്ചെടുത്ത് നമുക്കതിനെ ഭദ്രമാക്കി കഴിഞ്ഞാൽ അത് വളരെ സുഗമമായി തീരും. ഇല്ലെങ്കിൽ ഈ പല്ലുവേദന കൂടിക്കഴിഞ്ഞാൽ ഇത് പല്ല് റൂട്ട് കനാൽ എന്ന സംവിധാനത്തിലേക്ക് പോകും. ഇല്ലെങ്കിൽ അത് പല്ല് എടുത്തു കളയേണ്ട ഒരു അവസ്ഥയിലോട്ട് വരെ പല്ല് വേദന നമ്മളെ കൊണ്ടെത്തിക്കുന്നു. വേദനയ്ക്ക് മുന്നോടിയായി തന്നെ നമ്മൾ കണ്ടുവരുന്നത് പുളിപ്പ് അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള തലവേദന. ഈ സമയങ്ങളിൽ തന്നെ പല്ലുകൾ അടച്ച് എടുക്കാവുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ ഈ ദന്ത സംരക്ഷണം ചെയ്യാവുന്നതാണ്. റൂട്ട് കനാലിൽ ചെയ്യാൻ പറ്റാത്ത പല്ലാണെങ്കിൽ അവയെ നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ്.